നാട്ടുവാർത്തയിൽ നിന്ന് ഒരു കായിക വിശേഷമാണ്. വളരെ ശാസ്ത്രീയമായ പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. ആദ്യമേ തന്നെ ഞങ്ങൾ സി ലൈസൻസ് ഉണ്ട്, പിന്നെ AFFന്റെ എല്ലാ കോഴ്സിലും പങ്കെടുക്കുന്നുണ്ട്. ധാരാളം കോഴ്സിൽ പോയി പങ്കെടുത്ത് അത് പഠിച്ചിട്ടാണ് ഇവരെ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്നെ സഹായിക്കുന്ന ബിനു പുരുഷോത്തമൻ സർവീസസിൻ്റെ പിള്ളേരായിരുന്നു. പുള്ളിയും സർവീസസിൽ നിന്ന് റിട്ടയർ ചെയ്ത് എന്നെ സഹായിക്കുന്നു. പുള്ളിയും ലൈസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മകനുണ്ട്, അവനും ഡി ലൈസൻസ് എടുത്ത് അവനും. പിന്നെ നമ്മുടെ രഞ്ജി കെ ജേക്കബ് എന്ന് പറഞ്ഞ സന്തോഷ് ട്രോഫിയുടെ കോച്ചായിരുന്നു, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പുള്ളിയാണ് ഞങ്ങളുടെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ അലക്സ് അബ്രഹാം വരും, IM വിജയ. ഞങ്ങളുടെ പോലീസിൻ്റെ ഓരോ പ്ലെയേഴ്സിനെ ഞങ്ങൾ സമയം അനുസരിച്ച് കൊണ്ടുവന്ന് ഇവർക്ക് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ആദ്യം ഞങ്ങൾ കുട്ടികൾ വരുന്ന അവരുടെ ഏജ് നോക്കും. പിന്നെ ആ കുട്ടിയുടെ ഫുട്ബോളിൻ്റെ ടച്ചസ് എങ്ങനെയാണ്. അപ്പം 18 വയസ്സുള്ളൊരു കുട്ടിയും ചിലപ്പം 8 വയസ്സുള്ള കുട്ടിയും ടച്ചസ് വ്യത്യാസമായിരിക്കും. അപ്പം 18 വയസ്സുള്ള കുട്ടിയും സ്റ്റാർട്ടിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ 2-3 ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. ബോൾ ടച്ചസ് ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികളെ അതൊരു ഗ്രൂപ്പാക്കും. പിന്നെ ഇച്ചിരൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള അങ്ങനെ 3 ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ്, തേർഡ് ഗ്രൂപ്പ്. അത് ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ച് ഓരോ ഗ്രൂപ്പും മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിനോടകം മികച്ച വിജയങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നേടിക്കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിൽ തന്നെ വിത്തിൻ 1 ഇയർ നമ്മൾ under-17, under-15, under-30, under-10 പത്തനംതിട്ട A ഡിവിഷൻ എല്ലാം നമ്മൾ വിൻ ചെയ്തു. ഇപ്പോൾ ഒരു മാച്ച് ഇവിടെ ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ വിൻ ചെയ്തു. ഒരു സീമെൻസ് കപ്പ് നടത്തായിരുന്നു. അതിൻ്റെ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ നമ്മൾ ഫോർച്യൂൺ ക്ലബിനെ 4-1 ജയിച്ച് വിൻ ചെയ്തു. ഇപ്പോൾ കുറേ ക്ലബ്ബ് നമ്മൾ മാച്ചസ് നടത്തുന്നുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിനും നമ്മൾ കളിക്കും. നമ്മളിപ്പോൾ ബോർഡറില്ല, പത്തനംതിട്ടയുടെ ആലപ്പുഴയുടെ ബോർഡർ ആയതുകൊണ്ട് പത്തനംതിട്ടയ്ക്കും കളിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ ടൂർണമെൻറ്റ്സിന് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ 5 പ്ലേയേഴ്സ്, ഇപ്പോൾ 4 പ്ലേയേഴ്സ് ജീവിരാജിൽ പോയി, ഒരു പ്ലെയർ സായലും പോയിട്ടുണ്ട്, ഒരു ഗോൾ കീപ്പർ. ബാക്കിയെല്ലാം മലപ്പുറത്തുള്ള നോവാസ് അക്കാഡമിയിലും പല ക്ലബ്സിന് വേണ്ടി നമ്മുടെ പ്ലേയേഴ്സ് പോയി കളിക്കുന്നുണ്ട്. കുട്ടികൾ ഹാപ്പിയാണ്, ഫുൾ എനർജിയിലും. ഇവിടെ വന്നേ പിന്നെ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആവാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ പഠനകാര്യത്തിലാണെങ്കിലും കളിയിലും എല്ലാം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇതിനു മുമ്പ് രാവിലെ എഴുന്നേക്കത്തില്ല. സ്കൂളിൽ പോകാനൊക്കെ നമ്മൾ ഒരു 8 മണിക്ക് ബസ്സിന് പോകണമെങ്കിൽ ഒരു 7:30 ആകുന്നുണ്ടെങ്കിൽ എഴുന്നേക്കുന്നത്. ഇതിപ്പോൾ 5 മണിയാകുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് റെഡിയാകും. കളിക്കാനായിട്ട് നല്ല താല്പര്യമുണ്ട്.
ഫുട്ബോളിലോട്ട് കൊണ്ടുപോകും.